ഞായറാഴ്ച എന്താ പരിപാടി ഇന്ന്? ബിരിയാണി അല്ല, നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് കുക്കർ മന്തി അടിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ട് കുക്കർ മന്തി. അതെന്ത്? ബീഫ് കുക്കർ മന്തി. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വാ നമുക്ക് പോവാം, പെടയ്ക്കാൻ നമുക്ക്. ഓക്കെ, കുക്കർ മന്തി ഉണ്ടാക്കണ വരെ നല്ല. എൻ്റെ വൈഫ് രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്, ഇതായിരിക്കുന്നു അല്ലേ? ഇന്ന് കുക്കർ മന്തി ഉണ്ടാക്കല്ലേ? അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് ഞങ്ങൾ കുക്കർ മന്തി ഉണ്ടാക്കാട്ടോ. പഠിച്ചാലോ? ഓക്കെ, വേണ്ട സാധനങ്ങൾ കേട്ടാ. ദേ ഒരു തക്കാളി, ഒരു സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, പച്ചമുളക്, കുരുമുളക്, പട്ട, ഈ സാധനങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. കുക്കർ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ. ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ആ സാധനങ്ങളൊക്കെ ആദ്യം ഇട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്നും നമുക്ക് ഇങ്ങനെ ആട്ടാം. ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് വാടി വരുമ്പോഴത്തേനും 1 ടീസ്പൂൺ തൈര്, 2 പീസ് തക്കാളി, അത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ജീരകപ്പൊടി. അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച ബീഫ് നമ്മൾ ഇടണം കേട്ടോ. ഓക്കെ, ഉണ്ടാ വലിയ ഇതായിട്ട് 1 കപ്പ് വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് മൊത്തം 4 വിസിൽ കേട്ടോ. ഹൈയിലിട്ടിട്ട് 1 എണ്ണം, ബാക്കി 3 എണ്ണം നോർമൽ കേട്ടോ. ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ വെച്ച് നമുക്ക് അളന്നിടാം. ബയോ ബസുമതി റൈസ് ഇടുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് വെള്ളത്തേക്ക് കുതിർത്തിട്ടുള്ള അരിയാട്ടം നമ്മൾ ഇടാൻ പോകുന്നത്. അരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെന്ത ബീഫ് നമുക്ക് ഇടാം. വെന്ത ബീഫ് ഇടാട്ടാ. അങ്ങോട്ട് എടുക്കാം. മൂടി വെച്ചു. ഇനി തീ കൂട്ടിയിട്ട് 2 വിസിലിട്ടാ. മന്തി സെറ്റ് ആയിട്ടാ. എന്നിട്ട് ടേസ്റ്റ് നോക്കാം. ബീഫൊക്കെ നോക്കി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കമാൻ. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മൈനോസ് എടുക്കുക, ഒരു ബീഫിൻ്റെ കഷ്ണം, കുറച്ച് റൈസ്. അതെ, സാധനമായിട്ടാ. അപ്പോൾ ട്രൈ ചെയ്ത് കൂട്ടല്ലാരും. ഓക്കെ, ഞങ്ങളുടെ ഗർഭിണിയായ ഭാര്യക്ക് എൻ്റെ വക ഗിഫ്റ്റ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ നോക്കിയേ ട്രൈ ചെയ്തോട്ടോ എല്ലാവരും. കിട്ടു സാധനം കേട്ടോ. ഓക്കെ.